ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ? ആദ്യമായി തന്നെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ ഓയിൽ ഒഴിക്കുന്നത് കടുകിടുന്നതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ, നമുക്കിത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്താണ് ഞാൻ വഴറ്റിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഏകദേശം ഉള്ളി ഒന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പൊട്ടറ്റോ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ എല്ലാത്തിനും മിക്സ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ. പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ പാകത്തിനുള്ള വെള്ളം ആക്കിയിട്ടുണ്ട്. പൊട്ടറ്റോ വേകുന്ന പരുവത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. പൊട്ടറ്റോയ്ക്ക് ഒരുപാട് വേഗമൊന്നുമില്ല, അപ്പോൾ അതനുസരിച്ച് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കറി, പൊട്ടറ്റോ കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ഞാനിതിലേക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ഇത്തിരി കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു പൊട്ടറ്റോ കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാവേ. അപ്പോൾ വീണ്ടും കാണാം.